എല്ലാ വർഷവും കേരള ലോ എൻട്രൻസ് എക്സാം വരുമ്പം എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും, എക്സാം എപ്പോൾ ഉണ്ടാകും, ആ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് ഞാൻ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ചോദിച്ച് വിളിക്കുകയാണ് പതിവ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇപ്രാവശ്യത്തെ എക്സാം, അതായത് 2025 കേരള ലോ എൻട്രൻസ് എക്സാം എപ്പോഴാണ് വരികയെന്ന് ചോദിച്ച് അവരുടെ കോൺടാക്ട് നമ്പറിൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചപ്പം അവരുടെ ആ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൾ കണക്റ്റ് ആയിരുന്നില്ല. അതുപോലെ തന്നെ അതിൽ അവരുടെ സൈറ്റിൽ വേറെ നമ്പേഴ്സ് ഉണ്ട്, അതിലും വിളിച്ചിട്ടും എനിക്ക് കോൾ കണക്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ എക്സാം നോട്ടിഫിക്കേഷൻ എപ്പോഴാണെന്നുള്ളത് എക്സാക്റ്റായിട്ട് അവരുടെ ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല. പക്ഷേ അത് നോക്കണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കഴിഞ്ഞ പ്രാവശ്യം എക്സാം കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2024 കേരള ലോ എൻട്രൻസ് എക്സാം 2024 കേരള ലോ എൻട്രൻസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് 26/7/2024 പിന്നെ അതിൻ്റെ എക്സാം വന്നത് 18/8 ഓഗസ്റ്റ് മാസം 18-ാം തീയതി ആയിരുന്നു കേരള ലോ എൻട്രൻസ് എക്സാം 2024 കേരള ലോ എൻട്രൻസ് എക്സാം 3 ഇയർ LLB 5 ഇയർ LLB നടന്നത്. അപ്പോൾ എന്തൊക്കെ വന്നാലും ഏകദേശം ഓഗസ്റ്റിൽ എക്സാം ഉണ്ടാകും എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ തൊട്ട് തന്നെ പഠിക്കുക. ഈ മാസം ഏപ്രിലാണെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 5 മാസത്തോളം ഏകദേശം ഉണ്ട്. ഈ ഓഗസ്റ്റിന് മുമ്പ് എക്സാം വരാം, ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും ഏകദേശം ഇത്രയും ടൈമുണ്ട്. ഇനിയുള്ള സമയം നമ്മൾ ശരിക്കിരുന്ന് പഠിച്ചാൽ നമുക്ക് ഗവൺമെൻറ് ലോ കോളേജിൽ എക്സാം എഴുതി നല്ല റാങ്കോട് കൂടിയിട്ട് ഗവൺമെൻറ് ലോ കോളേജിൽ കിട്ടാൻ പറ്റും. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ആ ഗൈഡിൻ്റെ പ്രിപ്പറേഷനിലെ തിരക്കിലായിരുന്നു, അതാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. എൻട്രൻസ് എക്സാം, കേരള ലോ എൻട്രൻസ് എക്സാമിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് 4 ഗൈഡ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗൈഡ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഗൈഡ് ഓർഡർ ചെയ്യാം. 4 ഗൈഡായിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ ഗൈഡ് ഞാൻ GK ഗൈഡ് എടുത്തു കഴിഞ്ഞാൽ ജനറൽ നോളേജ്. ഈ എൻട്രൻസ് എക്സാമിന് GK ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. GK ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മുമ്പത്തെ വർഷങ്ങളിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിച്ച ഹിസ്റ്ററിയിൽ തന്നെ ഏൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ എന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വേൾഡ് ഹിസ്റ്ററി എന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി എന്ന് ക്വസ്റ്റ്യൻസ് വരുന്നു, അല്ലെങ്കിൽ കേരള ജോഗ്രഫി എന്ന് വരുന്നു. പിന്നെ അതിനുശേഷം തന്നെ ഇന്ത്യൻ എക്കണോമി റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇങ്ങനെ എല്ലാത്തിൽ നിന്നും നമ്മൾ ആ 10 വരെ പഠിച്ച ആ ടോപ്പിക്കുകളിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരികയാണ്. അപ്പോൾ അങ്ങനെ എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ GK മാത്രമായിട്ട് ഞാൻ ഗൈഡ് പ്രിപ്പയർ ചെയ്തു, അല്ലാണ്ട് പറ്റാണ്ടായി. കാരണം അത് GK ഗൈഡ് തന്നെ 370 പേജോളം ഉണ്ട് GK ഗൈഡ്. അപ്പോൾ അതാണ് GK ഗൈഡ്, അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്തൊരു ടോപ്പിക്ക് ലീഗൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാണ് അടുത്ത ഗൈഡ് ഞാൻ ഇറക്കിയിരിക്കുന്നത്. ലീഗൽ സ്റ്റഡീസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിലുള്ളത് ഇപ്പോൾ IPC എവിഡൻസ് ആക്റ്റൊക്കെ മാറിയിട്ട് ഭാരതീയ ന്യായ സംഹിത, നാഗരിക സുരക്ഷാ സംഹിത, അങ്ങനെ നിയമങ്ങൾ മാറി വന്നിട്ടുണ്ട്. അതെല്ലാ നിയമങ്ങളും ഇൻക്ലൂഡ് ചെയ്ത പുതിയ ഗൈഡ്. അതുപോലെ തന്നെ അതിൽ തന്നെയാണ് ടോർട്ട്, കോൺട്രാക്റ്റ്, അങ്ങനത്തെ ടോപ്പിക്സ് മൊത്തം. കേരള ലോ എൻട്രൻസ് എക്സാമിന് തന്നെ ആ എൻട്രൻസ് എക്സാമിന് തന്നെ നമ്മൾ LLBക്ക് പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെറുതായിട്ട് ചോദിക്കുന്നുണ്ട്. ലീഗൽ മാത്സിൻസും ടോർട്ട്, കോൺട്രാക്റ്റ്, ഫാമിലി ലോ, എല്ലാം ജൂറിസ്പ്രുഡൻസ്. പിന്നെ ഈ IPCക്ക് ഇപ്പോൾ പകരം BNS, BNSS, പിന്നെ BSA, എവിഡൻസ് ആക്ടിന് പകരമുള്ള BSA, അങ്ങനെ നമ്മൾ LLBക്ക് നമ്മൾ LLBക്ക് ജോയിൻ ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് എൻട്രൻസ് എക്സാമിൽ ചോദിക്കുക. അതും ചോദിക്കുന്നത് നല്ല ഡെപ്ത് ലെവലിൽ ചില സമയങ്ങളിൽ ചില വർഷങ്ങളിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനും ഞാൻ എന്ത് ചെയ്തു, അതിനും മിനി LLB പോലെ ആ LLBക്ക് പഠിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും വെച്ചിട്ട് ലീഗൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ് ഗൈഡ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഇപ്പോഴത്തെ ഗൈഡിൽ പണ്ട് IPC, CRPC, എവിഡൻസ് ആക്ട് ആയിരുന്നു. ഇപ്പം പുതിയ നിയമം വെച്ചിട്ട് ഞാൻ ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ ലീഗൽ സ്റ്റഡീസിനും 217ഓളം പേജുള്ള അടുത്ത സെപ്പറേറ്റ് ഗൈഡ്. പിന്നെ എൻട്രൻസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തറവായിരിക്കണം, കാണാപ്പാടായിരിക്കണം. അത്ര നന്നായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. അത് ചെറുതായിട്ട് നമ്മൾ പഠിച്ചാൽ പോരെ. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അത് നമുക്ക് ഏകദേശം ഫുൾ സ്കോർ ചെയ്യാനും പറ്റും. അത് ഫുൾ സ്കോർ തന്നെ വേണം. കാരണം GK ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുമ്പം GK ഭയങ്കര വാസ്റ്റായിട്ട് കിടക്കുകയാണ്. ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുമ്പം ഭയങ്കര കുറച്ച് ഡെപ്ത് നമുക്ക് ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സെപ്പറേറ്റ് ഗൈഡ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമായിട്ട് തന്നെ 260 പേജുള്ള അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഗൈഡ് ഉണ്ട്. അപ്പോൾ അതാണ് അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഗൈഡ്. ഇനിയുള്ള 4ാമത്തെ ഗൈഡിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷും മാത്സും അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും. ഇംഗ്ലീഷിലും മാത്സിലും അതെന്ന് മാത്രമല്ല എല്ലാ ഗൈഡുകളിലും ഞാൻ 2016 മുതലുള്ള ക്വസ്റ്റ്യൻസ്, 2016 തൊട്ടിട്ട് 23 വരെയുള്ള
പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസ് ഓരോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റിന് ശേഷം അതിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ്, ജൂറിസ്പ്രുഡൻസ് എടുത്താൽ ലീഗൽ സ്റ്റഡീസിൽ ജൂറിസ്പ്രുഡൻസ് എടുത്താൽ ഈ 2016 തൊട്ടിട്ട് ജൂറിസ്പ്രുഡൻസ് റിലേറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഇംഗ്ലീഷ് മാത്സ് ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആ ഗൈഡിൽ ഇംഗ്ലീഷും മാത്സിലും ഓരോ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ഗ്രാമറും കാര്യങ്ങളും പ്ലസ് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട്. കാരണം കഴിഞ്ഞ വർഷമാണ് എക്സാമിൻ്റെ പാറ്റേൺ മാറിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇംഗ്ലീഷും മാത്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുള്ള അടുത്ത ഗൈഡ്, അതിലും 235 പേജുള്ള ഗൈഡാണ്. അങ്ങനെ 4 പുസ്തകങ്ങളായിട്ടാണ് ഞാൻ ഇറക്കിയിരിക്കുന്നത്. അതാണ് നമ്മൾ ഓരോ പുസ്തകം വെച്ചിട്ട് അതിൽ ഫുൾ കോൺസെൻട്രേറ്റ് ഇരുന്ന് പഠിക്കുക. ഇനി അടുത്ത കാര്യം, ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തതും ഗൈഡും കമ്പയർ ചെയ്ത ക്ലാസ്സുകൾ നോക്കുക. ചാനലിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ കുറേ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ ഗൈഡ് ഇറക്കിയിരിക്കുന്നത്. അതേപോലെ ലീഗൽ സ്റ്റഡീസ് ജൂറിസ്പ്രുഡൻസിൻ്റെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, ടോർട്ടിൻ്റെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഗൈഡും ഇറക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ക്ലാസ്സുകളുണ്ട്, ഗൈഡുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, ഒപ്പം ഗൈഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മനസ്സിലാവും. ഒരു കോച്ചിങ് സെൻറ്റർ പോലെ തന്നെ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഗൈഡ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഗൈഡ് ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ എക്സാം ഏകദേശം ഓഗസ്റ്റ് മാസമൊക്കെ വരും എന്ന് വിചാരിച്ച് എല്ലാ സ്റ്റുഡൻസും നന്നായിട്ടിരുന്ന് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എക്സാമിന് എങ്ങനെ ഓരോ സബ്ജക്റ്റും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നെല്ലാം റിലേറ്റ് ചെയ്ത് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.